ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയ്ക്ക് ജമ്മു കാശ്മീരുമായിട്ട് ബന്ധമുണ്ടോ? ജമ്മു കാശ്മീരിൽ ഖമനേയ് വന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ടും ചില സംശയം തോന്നാം. കാരണം ഖമനേയ് കൊല്ലപ്പെട്ടതിന് ശേഷം കശ്മീരിലെ നിരവധി ആളുകൾ ഒന്നിച്ചു കൂടുകയും വലിയ പ്രക്ഷോഭ സമാനമായ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ജമ്മു കാശ്മീരിൽ ഏതാണ്ട് ഒരു 10-30 തവണ പോയിട്ടുള്ള രാജതന്ത്രിയാണ് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ എന്തുകൊണ്ടാണ് ഖമനേയ് കൊല്ലപ്പെട്ടപ്പോൾ ആളുകൾ കൂട്ടത്തോടെ ഒന്നിച്ച് തെരുവിലേക്ക് ഇറങ്ങിയത്? നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് കണ്ടപ്പോഴാണ് ഞാൻ കാശ്മീരിലേക്ക് വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ നേതാവാണ് മരിച്ചത്, നിങ്ങൾക്ക് സദ്ഗുരു പോലെ ഞങ്ങളുടെ സദ്ഗുരുവാണ്. അപ്പോൾ ഷിയാക്കാരാണ് കൂടുതലുള്ളത് കാശ്മീരിൽ. അതാണ് ഈ ബഹളത്തിൻ്റെ ഒന്നാമത്തെ കാരണം. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സദ്ഗുരു ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യാറില്ല എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോകേണ്ടതല്ലേ, അതുകൊണ്ട് ചോദിച്ചില്ല. പക്ഷേ അവിടുത്തെ ബഹളം, അപ്പോൾ സ്കൂൾ അടച്ചിട്ടിരിക്കുന്നു, കരച്ചിലാണ് കൂടുതലും, അല്ലാതെ വേറെ വെടിവെപ്പും ബഹളങ്ങളൊന്നുമല്ല. ഹർത്താൽ നടത്തുന്നു, കരച്ചിൽ ഇങ്ങനെ നടക്കുന്നു, റോഡ് പ്രതിരോധിക്കുന്നു, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. പക്ഷെ അത് ഇന്നലെ മിനിയാന്നത്തോടെ തീർന്നു. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഇറാന് അത്രയും വലിയൊരു സ്വാധീനം ജമ്മു കാശ്മീരിലുണ്ട്? ഉണ്ട്. അത് അവരുടെ വാഗ്ദാനങ്ങളുണ്ട്. ഇറാന്റെ കുറെ വാഗ്ദാനങ്ങൾ കാശ്മീരിന് കിട്ടാറുണ്ട്. ഞങ്ങളിത് സ്വതന്ത്രമാക്കി തരാം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഇങ്ങനെ. പിന്നെ പോയിട്ട് അവരുടെ മതപരമായ വിശ്വാസങ്ങൾ ഈ ബുർഗയിട്ട് ഇതിട്ട്, പക്ഷെ ആക്ച്വലി കാശ്മീരിൽ അത് കുറവാ. ഇപ്പോഴാണ് മോഡി നടക്കുന്നവരെ കണ്ടേക്കണത്. നേരത്തെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വിശ്വാസങ്ങൾ കൂടി വരുന്നത് ഇപ്പോഴാണ്. അതിനു മുമ്പ് ഇപ്പം ഞാനിപ്പോൾ 11 വർഷമായി കാശ്മീരിൽ പോകുന്നു. ആ സമയത്തൊക്കെ ഈ ചുരിദാറിൻ്റെ ഷാൾ ഇങ്ങനെ ഇടുന്നല്ലാതെ ഇങ്ങനെ പർദ്ദയിട്ടവരെയൊന്നും കാണാറില്ല. ഇപ്പം പക്ഷെ കൂടി വരുന്നുണ്ട്. അത് എവിടെയും അങ്ങനെയാണല്ലോ, അത് തന്നെ കാശ്മീരിലും സംഭവിക്കുന്നത്. പിന്നെ ഈ സെൻട്രൽ റൂള് വന്നേ പിന്നെ ഈ ഭിക്ഷാടനം തുടങ്ങിയത്. അതിനു മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. കാരണം കാശ്മീരിൽ തീവ്രവാദം നടക്കുമ്പോൾ അവിടെ ഈ ഭിക്ഷാടനക്കാരുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ആ മാഫിയ എപ്പോഴാണ് അവിടെ ലാൻഡ് ചെയ്തേക്കണേ? കുറച്ച് നാളായിട്ടുള്ളൂ, ഒരു 4 വർഷമായിട്ടുള്ളൂ. ഈ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഈ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനായിട്ടാണ് ഈ അതിർത്തിക്ക് അപ്പുറത്തുള്ള പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറുന്നു നമ്മൾ കുറേ കാലമായിട്ട് പറയുന്നത്. അതിനെതിരെയാണ് അവിടെ നമ്മുടെ വലിയ സെക്യൂരിറ്റി സംവിധാനമൊക്കെ ഉള്ളത്. പക്ഷേ അപ്പോഴൊക്കെ ഇറാൻ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാം. ഈ നമ്മുടെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ സമയത്തും വലിയ പ്രതിഷേധം ഈ ഇറാനിൽ നിന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ കശ്മീർ ജനതയുടെ ഒരു വിഭാഗം എന്തിനാണ് ഇത്രയധികം ഇറാനെ സ്നേഹിക്കുന്നത്? ഇറാനെ സ്നേഹിക്കുന്നത് ഇത് തന്നെ, ഈ സപ്പോർട്ട് കിട്ടുമല്ലോ. മാത്രമല്ല ഇവര് ദിവാസ്വപ്നം കണ്ടിരിക്കുകയാണ് ഈ കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടും. പക്ഷേ ഒരു കാര്യം, 370 എടുത്തു കളഞ്ഞപ്പോൾ അവിടെ നടന്ന സമരങ്ങളും ബഹളങ്ങളും ഒക്കെ നടക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ആ സമയത്ത് എൻ്റെ ഹോട്ടലിൽ താമസിക്കാതെ ലാൽ ചൗക്കിൽ പോയി താമസിച്ചത്. എനിക്കിത് നേരിട്ട് തൊട്ടടുത്താണ്. അപ്പോൾ ഈ ബഹളം നടക്കുന്നത് എപ്പോഴും ഈ ക്ലോക്ക് ടവർ കാണാറില്ലേ, ആ ഭാഗത്താണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ ഞാൻ റൂം എടുത്തു. അപ്പം ഞാൻ നേരിട്ട് കാണുകയാണ് ഇവിടുത്തെ ബഹളങ്ങൾ. രാവിലെ ഒരു 7 മണിയായ 7 മണി തൊട്ട് 10 മണി വരെ കട തുറക്കാൻ പാടുള്ളൂ. ഈ മഞ്ഞുകാലത്ത് എങ്ങനെയാണ് ഈ 7-നും 10-നും ഇടയ്ക്ക് എഴുന്നേക്കുള്ളൂ അവർ. പുറത്ത് വെയിൽ വന്നാലേ അവർ, ഇത്രയും മഞ്ഞാണ് അവിടെ ആ സമയത്ത്. ഒരു നവംബറിലാണ് ഞാൻ പോയത്. അപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ കട അടയ്ക്കാൻ വൈകിക്കഴിഞ്ഞാൽ, വൈകിയത് ഒരു സൺഡേ ആണ്. സൺഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ലാൽ ചൗക്കിൽ വലിയൊരു ഉത്സവം പോലെയാണ്. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് കച്ചവടം നടത്തുന്ന സ്ട്രീറ്റ് മൊത്തം അവർ അന്ന് കടകളൊക്കെ പൂട്ടിയിടും. അപ്പം ആ സമയത്താണ് ഈ സംഭവം. ഒരു മണിക്കൂർ വൈകിയുള്ളൂ കട അടയ്ക്കാൻ. ബോംബ് പൊട്ടി. അതെൻ്റെ 50 മീറ്റർ മുമ്പിലാണ് ഇത് പൊട്ടണത്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഹോട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ ഹോട്ടലിലെ ആൾ ഈ റോട്ടിൽ കാലെടുത്ത് വയ്ക്കുന്നത് റോട്ടിലേക്കാണ്. അപ്പോൾ അവിടെ വാതൊക്കെ ഹോട്ടലിൻ്റെ ആൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബഹളം കാണാൻ വേണ്ടി ബാഗ് അവിടെ ഇട്ടിട്ട് ഓടി, രജിസ്റ്റർ പോലും ചെയ്യാതെ ഓടി. ഇത് കട പൂട്ടുമല്ലോ, പൂട്ടുന്നതിന് മുമ്പ്, സ്ട്രീറ്റ് പൂട്ടുന്ന ആളൊഴിയുന്നതിന് മുമ്പ് പോയതാണ്. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ ആൾ പറഞ്ഞു ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ. രജിസ്റ്റർ ചെയ്യാൻ ഇങ്ങനെ എഴുതുമ്പോഴാണ് ഈ ബഹളം പൊട്ടപ്പൊട്ടയത് പോലെ ശബ്ദം കേൾക്കുന്നത്. അപ്പം എന്നെ ഇയാൾ പിടിച്ച് മുറിയിലിട്ട് അടച്ചു. പുറത്തേക്ക് പോവരുത്, ബോംബിങ് ആണെന്നും പറഞ്ഞിട്ട്. പിന്നെ നോക്കുമ്പോൾ ഈ വയറ്റിൽ ഇത് വെച്ചിട്ട് 16 പേര് ഇൻഷുറി, 4 പേര് മരിച്ചു. അതിൽ 2 പട്ടാളക്കാരുണ്ടായിരുന്നു.
ആൾക്കാരുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതാണ് അന്നത്തെ ഒരു ഓർമ്മയിൽ പറയാം. അത്രയും സംഭവം. ഇത് മാത്രമൊന്നുമല്ല, അവിടെ നടക്കും ദാരിദ്ര്യം. ഒരു ചപ്പാത്തി 10 രൂപയ്ക്ക് വാങ്ങി പകുതി കഴിക്കുന്ന ആൾക്കാരെ വരെ ഞാൻ അവിടെ കണ്ടു. കാരണം അവർക്ക് പുറത്തുനിന്നുള്ള സോഴ്സ് പോയല്ലോ, പൈസയില്ല. ഇപ്പോഴാണ് ഭിക്ഷാടനം ഒരടവാണ്. ഭിക്ഷാടനം ഈ സോഴ്സിന്റെ ഒരു ഇതാണ് അത്. പക്ഷേ ഒരു സംശയം പറഞ്ഞില്ലേ, ഇപ്പോഴും ഈ പറയുന്ന കാശ്മീരി ജനതയ്ക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം സർക്കാർ വലിയ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ആ പുറത്തു നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാലും അവർക്ക് ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇപ്പം ഇല്ല. ഇപ്പം അങ്ങനെയാണ് അവര്. ഇപ്പം നമ്മൾ കാണുന്ന കാശ്മീരല്ല. ഈ 370 എടുത്ത് കളഞ്ഞ ഏതാണ്ട് ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ ഈ ബഹളം. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പതിയെ തിരിച്ചറിഞ്ഞു. കാരണം നടക്കുകയാണ്, ഈ ഡെവലപ്മെന്റ് നടക്കുന്നു, റോഡ് വൈഡ് ചെയ്യുന്നു, പിന്നെ എല്ലായിടത്തും ഡെവലപ്മെന്റ് നടക്കുകയാണ്. പിന്നെ ഇവർക്ക് വേതനങ്ങൾ കൊടുത്തു തുടങ്ങി, കച്ചവടത്തിനുള്ള സഹായങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെ വന്നപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റും, അതിനുള്ള സോഴ്സ് ആയി തുടങ്ങി. ഇനി ഈ ബഹളത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. വെറുതെ, അതായത് ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 പേരൊക്കെയാണ് 4 പേരൊക്കെയാണ് വെടികൊണ്ട് മരിക്കണത്, തീവ്രവാദം. അപ്പോൾ ഞാൻ അവിടെ കണ്ടത് മാനസിക രോഗിയായിട്ടുള്ള പേരൻസ്. കാരണം മക്കൾ പെട്ടെന്ന്, ഇവർക്ക് അറിയില്ല, പേരൻസിന് അറിയില്ല ഇവർ തീവ്രവാദത്തിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പം അത് എങ്ങനെ മരിക്കുമ്പോൾ അവർക്ക് വരുന്ന ഷോക്ക്, എത്രയോ പേരെ മാനസിക രോഗികളായിട്ട് അവിടെ ഉണ്ടെന്നറിയൂ. അപ്പം ഇവർക്ക് എന്നെ മനസ്സിലായി, റിയലൈസ് ചെയ്തു, ഈ തീവ്രവാദം കൊണ്ട് നമുക്ക് ഭാവിയിൽ ഒരു ഉപകാരം കിട്ടാൻ പോകുന്നില്ല, തൊഴിലെടുത്ത് ജീവിക്കാന്നുള്ളതായി. പിന്നെ എൻ്റെ ഹോട്ടലിൽ തന്നെയുള്ളവർ പറയും ഞങ്ങൾ സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങണത് ഇപ്പോഴാണ്. അങ്ങനെ അവർ തിരിച്ചറിഞ്ഞു. പിന്നെ ടാക്സ് കൊടുക്കാൻ തുടങ്ങിയത് 40 വർഷത്തിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് പറയാം, ഞാൻ ഇപ്പോഴാണ് ടാക്സ് കൊടുക്കണേ. ടാക്സ് ഒന്നും അവിടെ അഴിമതിയാണ്, ഒന്നിനും കണക്കില്ല. എന്നിട്ട് ടാക്സ് ഒന്നും കൊടുക്കുന്നത്. അപ്പം പുള്ളി പറയുന്ന കറക്റ്റായിട്ട് ഓഫീസിൽ കയറേണ്ട ഒരു ഇത് ആദ്യം അങ്ങനെയൊന്നുമില്ല, സൈൻ ചെയ്ത് വെച്ച് പോകാം. ഇങ്ങനെ എവിടെയും കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് ക്രമീകരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സർക്കാർ, സെൻട്രൽ റൂള് വന്നപ്പോഴാണ് അത് ഇങ്ങനെ ആക്കിയത്. അതിനുശേഷം ഇപ്പൊ സ്റ്റേറ്റിലേക്ക് മാറിയെങ്കിലും, മാറിയ സമയത്തല്ലേ ബഹളം വന്നത്. അത് ഈ വോട്ട് കിട്ടാൻ വേണ്ടി പല വാഗ്ദാനങ്ങളും കൊടുക്കും, അങ്ങനെ സംഭവിക്കും. പക്ഷെ അന്ന് ഈ ബഹളം, ഈ പഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് അതിന്റെ ഒരു 4 ദിവസം മുമ്പാണ് ഞാൻ തിരിച്ചിവിടെ എത്തിയത്. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ പറയണത് ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല, ഞങ്ങൾക്ക് ഇതൊന്നും ഇനി വേണ്ടേനും തീവ്രവാദം, ഞങ്ങൾ അതിൽ നിന്നൊക്കെ എത്ര പോന്നു. പക്ഷേ നമ്മൾ പിന്നീട് പിടിച്ചപ്പം അഫ്ഗാനിലെ ഒരാളും പാകിസ്ഥാനിലെ 3 പേരോ അങ്ങനെ എന്തോ ആയിരുന്നു പിടിച്ചത്. അപ്പം പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരു കള്ളക്കടത്ത് നടത്തിയ ആൾക്കാർ അതിൽ നിന്ന് പിന്മാറിയെന്ന് വെച്ചോ, പിന്നെ അവരാ കണ്ണിയിൽ തന്നെ നിൽക്കേണ്ടി വരും. കാരണം ഫോഴ്സ് ഉണ്ടാവും, ഫോഴ്സിൽ ഇവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അങ്ങനെയാണ് ലോക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പേടിച്ചിട്ട് കൊല്ലും, ഫാമിലിയെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞാൽ ആരാ ചെയ്യാത്ത? അങ്ങനെയാണ് അവര് ലോക്കൽ സപ്പോർട്ട് കിട്ടിയേക്കണത്, അല്ലാതെ അവരല്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? കുതിരക്കാർക്കൊന്നും പണിയില്ല. ഇപ്പൊ അവര് മോട്ടോർ ബൈക്കില്ലേ, സ്നോ ബൈക്ക്, അതുപോലെ ബൈക്കിൽ കൊണ്ടുപോകുന്ന കുതിരയ്ക്ക് പകരം ബൈക്കിൽ പോകാവുന്ന സ്ഥലത്തേക്കൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക. കുതിര ആരും ഉപയോഗിക്കണില്ല അന്നത്തെ സംഭവത്തിന് ശേഷം. അപ്പോ എന്ത് വന്നു, കുറെ ആൾക്കാരുടെ കഞ്ഞി കൂടിയാണ് മുട്ടിരിക്കണേ, ഉപജീവനം തീർന്നു അല്ലേ. അതുകൊണ്ട് അവര് റിയലൈസ് ചെയ്തു ഇതൊന്നും അല്ല, ടൂറിസം ഉണ്ടായാൽ ഞങ്ങൾക്ക് ജീവിക്കാം. അത് തന്നെയാണ് അവിടെ സംഭവിച്ചതും. ടൂറിസത്തിൽ ഇല്ലാതാക്കാനാണ് ഇത് മുഴുവനും അവർ ചെയ്തത്, ഈ അറ്റാക്കും. ഇനി ഇപ്പൊ ഈ ആയത്തുള്ള അലി ഖമനയുടെ ശവസംസ്കാര ചടങ്ങ് നടന്നിട്ടില്ല. ഈ സംസ്കാര ചടങ്ങ് നടത്തുമ്പോൾ ഇതിന് സമാനമായിട്ട് കാശ്മീരിൽ ഒരു ദുഃഖാചരണമോ അല്ലെ അവിടുത്തെ ജനത തെരുവിലേക്ക് ഇറങ്ങും, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇതെന്താ സംഭവം? ബിൻ ലാദൻ എന്താ ചെയ്തേ? ബിൻ ലാദൻ എൻ്റെ അറിവിൽ കടലിൽ കൊണ്ട് തള്ളുക ചെയ്തത്, ചാരമാക്കിയിട്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിപ്പം എവിടെയെങ്കിലും മറവ് ചെയ്താൽ അത് പിന്നെ ഒരു ഹോളി പ്ലേസ് ആയിട്ട് മാറുമായിരിക്കും. അതിന്റെ ഒരു പ്രശ്നം ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. പിന്നെ ഈ ഷിയാക്കാരാണ് കാശ്മീരിൽ കൂടുതലുള്ളത്. അവരുടെ ആ മതപരമായ തീവ്രത കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അതാണ് ഈ വൈകുന്നേരിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളതും ഉണ്ടാവും അവർക്ക്. കാരണം ഇയാളുണ്ട് അല്ലേ.
ആരാ? ഈ പറയുന്ന ആയത്തുള്ള അലി ഖമനൈ എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ സദ്ഗുരുവിനെ നമ്മൾ കാണുന്നത് പോലെയാണ് ഞങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ എത്രയോ കാലമായിട്ട് അവരെ അയാളെ മനസ്സിൽ കൊണ്ട് കിടക്കുകയായിരിക്കും. അതെ, ഫോളോ ചെയ്യാണ്. അവരതിനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഈ മതപരമായ അത്തരം കാര്യങ്ങൾ ചെയ്യാത്ത ആൾക്കാരെ ഇല്ലായ്മ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ്. അതുകൊണ്ടാണല്ലോ ആ കൊലപാതകമൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ ചോദിച്ചു, അപ്പൊ അദ്ദേഹം ഒരുപാട് പേരെ കൊന്നിട്ടില്ലേ? ആര് പറഞ്ഞു? അതൊക്കെ മതത്തിന്റെ പേരിലല്ലേ, മതം അനുഷ്ഠിക്കാഞ്ഞിട്ടല്ലേ. അതിലിപ്പോ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കണേ. അതൊരു കുറ്റമല്ല. അതൊരു കുറ്റമല്ല. അപ്പൊ അങ്ങനെയുള്ളവരോട് നമ്മൾ എന്ത് പറയാനാ? മതമാണ് അവരുടെ തലയിലുള്ളത്. അത് ഈ ഷിയാക്കാർ മാത്രമല്ല, അങ്ങനെ അല്ലാത്ത കുറെ അധികം ആൾക്കാർ അവിടെ ഇല്ല. അപ്പൊ അവരുടെ നിലപാട് എന്തായിരിക്കും അതിനോട്? അവര് നിഷ്പക്ഷമായി നിൽക്കുക. കാരണം എന്താണോ, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമല്ലേ, മറ്റവര് തീവ്രമായതുള്ളവരല്ലേ. അപ്പൊ കുടുംബത്തിൽ വന്ന് എന്തെങ്കിലും പ്രശ്നം, അവരൊക്കെ എപ്പോഴും ഫാമിലി പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. അപ്പൊ അവര് മിണ്ടാതിരിക്കണതാ. കുറെ പേരുണ്ട് അത് അങ്ങനെ ചെയ്യണതിൽ പ്രശ്നമുള്ളവർ. പക്ഷെ എവിടെയും അങ്ങനെ തന്നെയല്ലേ, കാശ്മീരിൽ മാത്രമല്ലല്ലോ. എവിടെ ആയാലും ഒരു വിഭാഗം ആൾക്കാർ സൈലന്റ് ആയി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇത് ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ അവർ കണ്ടില്ല. അപ്പൊ കാശ്മീരിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഖമനൈ വരാം അല്ലെ? അവരുടെ ഒരു ആത്മാവ് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇതിലേക്ക് വരാം. ഇവരെ അത് ഫോളോ ചെയ്യാനുള്ള പ്രേരണ ഇനിയും ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പാണ്. തീർച്ചയായിട്ടും അവരൊന്നും മാറാൻ പോകുന്നില്ല. അടുത്ത ഖമനയ്ക്ക് വേണ്ടി കാത്തിരിക്കും, അത്രേ ഉള്ളൂ. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.